നമ്മുടെ തേപ്പുപാറ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കൊടുമണ്ണ് ഇടത്തോട്ടെന്നൊരു ബോർഡ് കാണും, സൈൻ ബോർഡ് കാണും. ആ സൈൻ ബോർഡ് കയറി അങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നെ രസമാണെന്നറിയോ, ഫുള്ള് റബ്ബർ വെട്ടി കൈത വെക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ഇതാണ് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ സൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, കട്ട ഉൾക്കാടാണ്. ഉൾക്കാടെന്ന് പറയാൻ പറ്റത്തില്ല, കാടല്ലല്ലോ, കൈതയാണ്. അത്യാവശ്യം നല്ല ഗട്ടർ ഉള്ളത് കൊണ്ടാണ് പഞ്ചിൽ തന്നെ ഇത്രയും നല്ല സൗണ്ട് കേൾക്കുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് കേൾക്കേണ്ടതല്ല. ഫുള്ള് ഹിറ്റാച്ചുകളാണ് അതിനകത്ത് മൊത്തം ഇറക്കിയിരിക്കുന്നത്. കിടക്കുക കിലോമീറ്ററോളം കിടക്കുക. SNIT കോളേജാണ് നമ്മളില്ലേ കാണുന്നത്. ഇല്ല കാണുന്ന ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ SNIT കോളേജാണ്. സൂര്യനെ കണ്ടോ? ഒരു സമയം 7:15 ആയതേ ഉള്ളൂ കേട്ടോ, അതൂടെ പറയാലോ. എന്നാ നൈസ് സ്പോട്ടാന്ന് നോക്കണേ. പക്ഷെ ഇത് രാവിലെ ഒരു മയിലിനെ പോലും കണ്ടില്ല നമ്മൾ. സാറിന് ഇത് വഴി മയിലിനെയൊക്കെ ഒരുപാട് കാണേണ്ടതാണ്. ഇവിടെ മയിലിൻ്റെ ഏരിയയുടെ സ്ഥലമാണ്. ഇത്രയും കൈതയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല നല്ല പാമ്പ് കാണുമായിരിക്കും. ഇതാണ് ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് സെറ്റപ്പ് ആയിട്ടുള്ള സ്ഥലം. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കാം. കൊടുമണ്ണ് എസ്റ്റേറ്റ്. തീ സൂക്ഷിക്കുക. അടിപൊളി കാറ്റാട്ടോ, നല്ല സ്മൂത്ത്. നൈസ്. ആ കാവൽക്കാരുണ്ടല്ലോ ഇഷ്ടം പോലെ. എന്താ വേണം?
അങ്ങനെ കൊടുമൺ എസ്റ്റേറ്റ് വഴി നമ്മളിപ്പോൾ തേപ്പുപാറ ചെന്ന് കാണാൻ പോവാണ്. കൊടുമൺ ടു തേപ്പുപാറ, എസ്റ്റേറ്റ് ടു തേപ്പുപാറ കേട്ടോ. SN80 നല്ല രസമുണ്ട് കാണാൻ. സോളാറാ. ആനയൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇത്രയും വേലി വെച്ചിട്ടുണ്ട്. എന്തായാലും പന്നിയുണ്ട് കേട്ടോ, പന്നി നല്ലപോലെ പന്നിശ്ശേരി ഉണ്ടായിരുന്നു. ചേട്ടാ ഇവിടെ രാവിലെ വന്നാൽ നല്ല കോടയൊക്കെ ഉണ്ടോ? ചില ദിവസങ്ങളിൽ മഴ പെയ്യുവാണെങ്കിൽ അതേ ഉള്ളു ഇല്ലയോ? ഇതാ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ സ്ഥലം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ ഹിറ്റായ സ്ഥലം ഇതല്ലയോ ഈ ഭാഗങ്ങൾ? ഇനി അതിനേക്കാളും ഹിറ്റാകും ഇവിടെ കൂടെ നട്ടു മാറുമ്പോൾ. സൂര്യനെ കണ്ടില്ലല്ലോ എന്റെ സൂര്യ. കർണൻ എന്തിയേ? എന്നോട് ഈ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്കിൽ ഒരു പയ്യൻ ചോദിച്ചായിരുന്നു ടാറ്റ പഞ്ച് എങ്ങനെയുണ്ടെന്ന്. പഞ്ച് സൂപ്പറാകും പോലെ. ഞാൻ ഒരുപാട് വീഡിയോസ് പഞ്ചിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. എനിക്ക് ആരും ടാറ്റയിൽ നിന്ന് ഒരു പൈസയും കിട്ടുന്നില്ല, ഞാൻ അങ്ങോട്ട് മുടക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഈ വണ്ടി എടുത്ത നാൾ മുതൽ ഇപ്പോൾ ഏകദേശം 3 വർഷം തികയാണ്. ഒരു കംപ്ലൈൻറ്റും നമുക്കുണ്ടായിട്ടില്ല. സ്മൂത്താണ്. എത്ര ലോങ് ഡ്രൈവ് ആണെങ്കിലും നമുക്ക് മടുപ്പില്ല. അതുകൊണ്ട് ഡ്രൈവർ സീറ്റ് നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാനും തോന്നത്തില്ല. അതാണ് ടാറ്റയുടെ ഗുണം. എൻ്റെ ഈ പഞ്ച് എനിക്ക് കിട്ടിയതിനകത്തിൽ എനിക്ക് നല്ല ഓടിച്ചതിൽ എനിക്ക് മടുപ്പ് തോന്നാത്തൊരു വണ്ടിയാണ്. വാട്ട് ക്ലൈമറ്റ്. സൂര്യൻ അങ്ങോട്ട് ഉദിച്ചിറങ്ങുക. സമയം 7:30 ആയതേ ഉള്ളൂ. അപ്പം കൊടുമൺ എസ്റ്റേറ്റിൽ നിങ്ങൾ ഇൻസ്റ്റേ കാണുന്ന പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോടയില്ല, തേങ്ങയില്ല, മാങ്ങയില്ല. മഴ പെയ്യുന്ന ദിവസങ്ങൾ മാത്രം, നല്ല കട്ട മഴ പെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവിടെ കോടയൊക്കെ. അല്ലാത്ത പക്ഷം ഇവിടെ കോടയില്ല.
രാവിലെ ചേട്ടനൊക്കെ പണിക്കിറങ്ങി. നല്ലൊരു ഇറക്കമാണ്. ഇത് ഓട്ടോമാറ്റിക് ആട്ടോ ഈ വണ്ടി. പിന്നെ അതുകൊണ്ട് ഇടത്തേക്കാലം നമുക്ക് പണിയില്ല, പുള്ളി വലത്തേക്കാൽ. റൈറ്റ് ലെഗിന് മാത്രമേ ഉള്ളൂ പണി. വാ, അവിടെ എല്ലാം കണ്ടോ, രാവിലെ പണിക്കാർ വന്ന് അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് രസമാണ് നോക്കണേ. ആ കൈത ഇങ്ങനെ നട്ട് വെച്ചേക്കുന്ന നോക്കി, ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ പൈനാപ്പിൾ മെഡോസ് എന്ന് വേണമെങ്കിൽ പറയാം. പൈനാപ്പിൾ ട്രീ മെഡോസ്, കൈതക്കുന്നുകൾ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ തിരിക്കുകയാണ്. അപ്പം കൊടുമൺ എസ്റ്റേറ്റ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് സീ യു സൂൺ. ബൈ.